അടിവസ്ത്ര വിൽപ്പനയിൽ വൻ വർധനവെന്ന് റിപ്പോർട്ട്. ജോക്കി ബ്രാൻഡിലുള്ള അടിവസ്ത്രങ്ങൾ ഇന്ത്യയിൽ വിൽക്കുന്ന പേജ് ഇൻഡസ്ട്രീസ്, ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അരവിന്ദ് ഫാഷൻസ്, രൂപ ആൻഡ് കമ്പനി എന്നീ കമ്പനികളുടെ അടിവസ്ത്ര വിൽപ്പന മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. അണ്ടർവെയർ ഇൻഡെക്സ് എന്ന പേരിൽ പ്രശസ്തമായ ഒരു സാമ്പത്തിക ശാസ്ത്ര സൂചികയുണ്ട്. ജനങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെടുമ്പോഴാണ് അടിവസ്ത്രങ്ങൾ വാങ്ങാൻ തയ്യാറാവുക എന്നാണ് അണ്ടർവെയർ ഇൻഡെക്സ് പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയാണ് അടിവസ്ത്ര വിൽപ്പനയിലെ വർധന സൂചിപ്പിക്കുന്നത്. US ഫെഡറൽ റിസർവ് ചെയർമാനായിരുന്ന അലൻ ഗ്രീൻസ്പാനാണ് അടിവസ്ത്ര സൂചിക എന്ന ആശയം അവതരിപ്പിച്ചത്. വരുമാനം കുറയുമ്പോൾ ജനങ്ങൾ അടിവസ്ത്രം വാങ്ങുന്നത് കുറയുമെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. പ്രത്യേകിച്ച് പുരുഷന്മാർ മാന്ദ്യകാലത്ത് അടിവസ്ത്രം വാങ്ങുന്നത് വളരെ ചുരുക്കം. ശരാശരി 250 മുതൽ 300 രൂപയിലാണ് ഗുണനിലവാരമുള്ള പുരുഷ അടിവസ്ത്രങ്ങളുടെ നില തുടങ്ങുന്നത്. ഇത് ബ്രാൻഡും നിലവാരവും ഉയരും തോറും വിലയും ഉയരുന്നു. 2000 രൂപയുടെ വരെയോ അതിനു മുകളിലോ വിലയുള്ള അടിവസ്ത്രങ്ങൾ വിപണിയിൽ ലഭിക്കും. സ്ത്രീകളെക്കാൾ അടിവസ്ത്രം വാങ്ങുന്നത് നീട്ടിവെക്കാൻ സാധ്യത പുരുഷന്മാർക്കാണ്. എന്നാൽ നിലവിൽ അടിവസ്ത്ര വിൽപ്പനയിൽ ഉണർവുണ്ടായെന്നും ഡിമാൻഡ് വർദ്ധിച്ചെന്നും പേജ് ഇൻഡസ്ട്രീസ് വക്താക്കൾ പ്രതികരിച്ചു. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആത്മവിശ്വാസം വളർന്നുവെന്നും വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങാൻ അവർ പണം ചെലവിടുന്നുവെന്നും പേജ് ഇൻഡസ്ട്രീസ് വ്യക്തമാക്കി. ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് പുരുഷന്മാർ അടിവസ്ത്രങ്ങൾ വാങ്ങുന്നതിന്റെ അളവ് കൂടിയിരിക്കുന്നു എന്നതാണ്. കൊമേഴ്സ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച വസ്ത്രവിപണിക്ക് ഗുണമേകിയെന്നും ബ്രാൻഡുകളെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. അടിവസ്ത്ര വിപണിയിൽ കാര്യമായ വളർച്ച ഉണ്ടായതായി അരവിന്ദ് ഫാഷൻസും വ്യക്തമാക്കി. സമാന അഭിപ്രായം തന്നെയാണ് രൂപ ആൻഡ് കമ്പനിക്കും. തങ്ങളുടെ വരുമാനത്തിൽ 8% വർധനവുണ്ടായെന്ന് രൂപ ആൻഡ് കമ്പനി പറഞ്ഞു. വിപണിയിൽ വളർച്ചയുടെ സൂചനകൾ കണ്ടു തുടങ്ങിയെന്ന് പ്രമുഖ ബ്രാൻഡായ VIP ക്ലോത്തിംഗ് അഭിപ്രായപ്പെട്ടു. സെപ്റ്റംബറിൽ കമ്പനിയുടെ വരുമാനത്തിൽ 15 മുതൽ 20% വളർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്പനി വക്താക്കൾ അറിയിച്ചു. അടിവസ്ത്ര സൂചികയെ കൂടാതെ മറ്റ് പല സൂചകങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈയിലെ ഉപഭോക്തൃ സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്ക് 3.54% കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. അടിവസ്ത്രങ്ങൾ പുറത്തു കാണാത്ത വസ്ത്രങ്ങളാണ്. വരുമാനം കുറയുമ്പോൾ ജനങ്ങൾ അറിയാതെ എടുക്കുന്ന തീരുമാനമാണ് അടിവസ്ത്രം വാങ്ങാതിരിക്കുക എന്നത്. പണം കുറഞ്ഞാൽ ജനങ്ങൾ, പ്രത്യേകിച്ച് പുരുഷന്മാർ, അടിവസ്ത്രം വാങ്ങില്ല. ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് പുരുഷന്മാർ അടിവസ്ത്രങ്ങൾ വാങ്ങുന്നതിന്റെ അളവ് കൂടിയിരിക്കുന്നു എന്നതാണ്. ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആത്മവിശ്വാസം വളർന്നതിന്റെ തെളിവാണ് ഈ വിൽപ്പനാ വർധനയെന്ന് പേജ് ഇൻഡസ്ട്രീസ് പറയുന്നു. വസ്ത്രങ്ങൾക്ക് വേണ്ടി പണം ചെലവിടാമെന്ന ആത്മവിശ്വാസം ജനങ്ങളിൽ വളർന്നിരിക്കുന്നു. ഉപഭോക്താക്കളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന മികച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വന്നതും ഈ മാറ്റത്തിന് ഒരു കാരണമെന്ന് പേജ് ഇൻഡസ്ട്രീസ് ചൂണ്ടിക്കാട്ടി.